എല്ലാവർക്കും നമസ്തേ. ഞാൻ മീര ഹരികൃഷ്ണൻ, സൈക്കോസോഷ്യൽ സ്കൂൾ കൗൺസിലറാണ്. ഇപ്പം ഇങ്ങനൊരു വീഡിയോയുമായിട്ട് വരാൻ കാരണം, ഞാനിപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കൗമാരക്കാരായ കുട്ടികൾക്ക് ക്ലാസ് നൽകുന്നുണ്ട്. അപ്പോൾ ഏതാണ് വിഷയം എന്ന് ചോദിച്ചാൽ, ഈ 2 മാസങ്ങൾ വെക്കേഷൻ സമയം എങ്ങനെ യൂസ് ചെയ്യാമെന്ന് എല്ലാവരെ സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്നെ സംബന്ധിച്ച്, ഞാനൊരു പേരന്റാണ്, എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല കൺഫ്യൂഷൻ ആയിരുന്നു. എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെയായിരിക്കും മറ്റ് പേരന്റ്സ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം മദേഴ്സ് ഗ്രൂപ്പിലൊക്കെ വന്നിട്ട്, മോന്റെ ക്ലാസിന്റെ മദേഴ്സ് ഗ്രൂപ്പൊക്കെ ഉണ്ട്, അവര് പറയും എങ്ങനെ എന്ത് ചെയ്യും, കുട്ടികളെ എന്ത് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ കൊണ്ടുപോകാം, അവരുടെ ഡെവലപ്മെന്റിന് ഏതൊക്കെ രീതി ഉപയോഗിക്കാം. അപ്പൊ അതിനെ സംബന്ധിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നത് എല്ലാവർക്കും ഗുണം ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്ന വിഷയം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ജീവിതത്തിൽ വിജയിക്കണം. കണ്ടോ, ജീവിതത്തിൽ വിജയിക്കണം. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ എല്ലാവരുടെ അഭിപ്രായം എന്തായിരിക്കും? വിജയിക്കണം എന്ന് തന്നെയായിരിക്കും. ഉറപ്പാണ്, ഞാനും അതേ പറയത്തുള്ളൂ, ജീവിതത്തിൽ വിജയിക്കണം. അപ്പം അടുത്ത പോയിന്റ് നോക്കുക. ജീവിതത്തിന്റെ ഈ കൗമാര കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ജീവിതത്തിൽ സുവർണ കാലഘട്ടമാണ്. യാതൊരു സംശയമില്ലല്ലോ. അതിനകത്ത് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ജീവിതത്തിന്റെ സുവർണ കാലഘട്ടമാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമുക്കത് ഗുണപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള കൗമാരക്കാരായ കുട്ടികൾ കാണും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾ കാണും, അവർക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. വശമില്ലാത്ത പുതിയ വിദ്യകൾ സ്വായത്തമാക്കൂ. സമ്മതിച്ചോ? ഇത് നോക്കിക്കേ, വശമില്ലാത്ത പുതിയ വിദ്യകൾ സ്വായത്തമാക്കും. ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ഇപ്പൊ സൈക്കിൾ കയറ്റം അറിയത്തില്ല, സൈക്കിൾ കയറ്റം പഠിക്കാം. പിന്നെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, ടെക്നിക്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് ഈ അവധിക്കാലത്ത് നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം. നന്നായി വായിക്കാൻ അറിയില്ല എങ്കിൽ വായനാശീലം ഉണ്ടാക്കാം. പത്രം വായിക്കാം. ഇംഗ്ലീഷ് വായിക്കുന്നതിൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിൽ നമ്മൾ പുറകോട്ടാണ്. കഴിഞ്ഞ വർഷത്തെ ഇംഗ്ലീഷ് ടെക്സ്റ്റുകളൊക്കെ ഒന്ന് വായിക്കാം. ഞാൻ എന്റെ മോനെ കൊണ്ടാണേലും ചെയ്യിക്കുന്ന ഒരു കാര്യമാണ്, പഴയ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കഴിഞ്ഞ വർഷത്തെ അവന് എല്ലാ ദിവസവും കുറച്ച് സമയം, ഒരു പാരഗ്രാഫ് ആണെങ്കിലും ഒന്ന് വായിക്കാം. അതിന് പേരന്റ്സ് നന്നായിട്ട് ശ്രദ്ധ കാണിക്കുക. അത് അവരെ കൊണ്ട് എല്ലാ ദിവസവും ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഒരു ഇടിയും കൊടുക്കണ്ട, ഒരു അടിയും കൊടുക്കണ്ട. കുട്ടികള് തനിയെ വായിക്കാനും മനസ്സിലാക്കാനും ഒരു കഴിവ് അവരിലുണ്ടായി വരും. അപ്പം ഉറപ്പായിട്ടും അതും ചെയ്തു നോക്കണേ. അപ്പം വശമില്ലാത്ത പുതിയ വിദ്യകൾ സ്വായത്തമാക്കൂ. അപ്പം നമ്മൾ പിന്നെ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ, തയ്ക്കാൻ അറിയില്ല, സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് കുക്ക് ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ ഒന്ന് ഒരു ഫ്ലവർ മേക്കിംഗ് പഠിക്കണം. അങ്ങനെ പല കാര്യങ്ങൾ നമുക്കറിയില്ലാത്ത ഒരു വിഷയത്തിൽ നമ്മളൊന്ന് പ്രാവീണ്യം നേടാൻ ഈ അവധിക്കാലം നിങ്ങൾ ഉപയോഗിക്കുമല്ലോ. പിന്നെ അടുത്തത് പോസിറ്റീവ് ബുക്ക് തയ്യാറാക്കുക. നോക്കിക്കേ, പോസിറ്റീവ് ബുക്ക് തയ്യാറാക്കുക. എന്താ പോസിറ്റീവ് ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്? അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, രാത്രി ഞാൻ കിടക്കുന്നവരെ എനിക്കുണ്ടായ പോസിറ്റീവ് കാര്യങ്ങൾ എന്നെ അമ്മ ഒരു കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്തു. അത് മാത്രമല്ല, എന്റെ ഭർത്താവ് എന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ മോള് നന്നായി ഇത് ചെയ്തു, അല്ലെങ്കിൽ നന്നായി വാഷ് ചെയ്തു, അല്ലെങ്കിൽ നന്നായി പഠിച്ചു, നന്നായി നാമം ചൊല്ലി, അല്ലെങ്കിൽ നന്നായി ദൈവത്തെ വിളിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഏത് കാര്യത്തിലാണെങ്കിലും രാവിലെ തൊട്ട് രാത്രി വരെ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് കാര്യങ്ങൾ, നെഗറ്റീവ്സ് ഒന്നും അതിൽ ഉൾപ്പെടുത്തേണ്ട, കാണും. പക്ഷെ അത് അവോയ്ഡ് ചെയ്തിട്ട് ഈ പോസിറ്റീവ് ബുക്ക്, കഴിഞ്ഞ വർഷത്തെ തീരാറായ ഒരു ബുക്ക് എടുത്താലും മതി, അത് നമ്മൾ എഴുതുക. അപ്പം അത് ഒരാഴ്ച അല്ലെ ഒരു മാസം കഴിയുമ്പോൾ വായിക്കുമ്പം ഏറ്റവും നല്ല ഒരു മോട്ടിവേറ്റർ ആയിട്ട് ഈ പോസിറ്റീവ് ബുക്ക് മാറും. നമുക്ക് തന്നെ നമ്മളിൽ ഒരു ഇംപ്രഷൻ തോന്നാൻ ഇത് സഹായിക്കും. ഡെയിലി ലൈഫിൽ ഇത് നല്ലൊരു ഊർജ്ജമായിരിക്കും നമുക്ക്. അപ്പം നമ്മൾ പോസിറ്റീവ് ബുക്ക് ഇന്ന് തന്നെ തയ്യാറാക്കാൻ തുടങ്ങുമല്ലോ. ഓക്കെ. അപ്പം അടുത്തതായിട്ട് ധാരാളം ബുക്കുകൾ വായിക്കുമല്ലോ. പിന്നെ അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കുക. ഇപ്പൊ തന്നെ നമ്മൾ അടുത്തുള്ള ലൈബ്രറി സന്ദർശിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ബുക്സിന്റെ കളക്ഷൻ ഉണ്ടെങ്കിൽ ഒരു ബുക്ക് സെലക്ട് ചെയ്യുക. ഉറപ്പാണല്ലോ, സെലക്ട് ചെയ്തല്ലോ. സെലക്ട് ഇംഗ്ലീഷ് ഓർ മലയാളം, രണ്ടും വേണം. രണ്ടിൽ ഏതെങ്കിലും ഒരു ബുക്ക് നമ്മൾ കളക്ട് ചെയ്യുക. അതിന്റെ ലിസ്റ്റ് ഒന്ന് എഴുതുക. ഏതെങ്കിലും ബുക്സ് എടുത്ത് അതിലൊന്ന് ലിസ്റ്റ് എഴുതുക. ഈ ബുക്ക് മുഴുവൻ വായിച്ചു തീർക്കുക. അടുത്ത ബുക്ക് എടുക്കുക. 2 മാസം കൊണ്ട് എത്ര ബുക്ക് വായിച്ചു തീർത്തു എന്ന് അത് പേരന്റ്സ് ഇതിനകത്ത് തീർച്ചയായിട്ടും ഇനിഷ്യേറ്റീവ് എടുക്കുമല്ലോ. അപ്പം എന്റെ പ്രിയപ്പെട്ട പേരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത്, കുട്ടികൾക്ക് ബുക്ക് എടുത്ത് കൊടുക്കാൻ അവരെ സഹായിക്കുക. അവരുടെ വലിയൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അതല്ലേ നമുക്ക് വേണ്ടത്. അപ്പം എന്റെ കുഞ്ഞിനെ ഞാൻ ബുക്ക് വായിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ എല്ലാ ദിവസവും ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത്. വലിയൊരു മാറ്റം. കുരുത്തക്കേട് ആയിട്ടുള്ള കുട്ടികളെ മാനേജ് ചെയ്യാൻ നമുക്ക് നല്ല പാടാണ്. പക്ഷെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ഇതിനായിട്ടൊന്ന് ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ മതി. കുഞ്ഞുങ്ങളിൽ വലിയൊരു മാറ്റമായിരിക്കും കാണാൻ നമുക്ക് സാധിക്കുന്നത്. പിന്നെ ഭാഷാ നൈപുണ്യം ഉയർത്തു. മലയാളം പോലെ തന്നെയാണ് നമുക്ക് ഗ്ലോബൽ ലാംഗ്വേജ്
ലാംഗ്വേജായ ഇംഗ്ലീഷ്, അത് ജീവിതത്തിൽ മലയാളത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനം തന്നെ കൊടുക്കുക, നമ്മുടെ ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ പ്രാധാന്യം നമ്മൾ ഇംഗ്ലീഷിനും കൊടുക്കുക. അത് മറ്റ് ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്ക് ഭാവിയിൽ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഇത് സായിപ്പിന്റെ ഭാഷയാണ് അതുകൊണ്ട് ഇംഗ്ലീഷ് വേണ്ട, അങ്ങനെയല്ല. കേരളം വിട്ടുകഴിഞ്ഞ് കുട്ടികൾ പല ജോലിക്ക് പോകേണ്ടവരാണ്, ഇന്റർവ്യൂവിന് പങ്കെടുക്കേണ്ടവരാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഉള്ള അടിസ്ഥാന വിവരങ്ങൾ അവർക്ക് ഇപ്പൊ തന്നെ കിട്ടണം. ഇംഗ്ലീഷ് ബുക്കുകൾ വായിപ്പിക്കാം. ചിലർ പറയും മലയാളം മീഡിയത്തിലാണോ നമ്മൾ പഠിക്കുന്നത്, അതുകൊണ്ട് മലയാളം മീഡിയത്തിൽ പഠിച്ചുകൊണ്ടായിരിക്കും ഇംഗ്ലീഷിൽ പുറകോട്ട്. പക്ഷേ ഇംഗ്ലീഷ് പരീക്ഷ എഴുതാത്ത ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ജീവിതത്തിലുണ്ടോ? ഏത് മലയാളം മീഡിയം ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും ഇംഗ്ലീഷിന്റെ പരീക്ഷ എഴുതാത്ത ഒരു കുഞ്ഞു പോലും ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്, ഇംഗ്ലീഷിന്റെ പരീക്ഷ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എഴുതിയിട്ടില്ലേ? അപ്പം നമ്മൾ എല്ലാവരും എഴുതുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാനാണെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുക. കഴിഞ്ഞ വർഷത്തെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് എടുത്ത് വായിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റ് മതി. കുട്ടികൾ എല്ലാ ദിവസവും വായിക്കട്ടെ. അടുത്ത വർഷം അവന് വളരെ പെട്ടെന്ന് ഇംഗ്ലീഷ് ആരുടെയും ആരുടെയും ഫോഴ്സ് ഇല്ലാതെ തന്നെ അവൻ അതിനകത്ത് നന്നായിട്ട് മുന്നോട്ട് വരാനായിട്ട് അവനെ സഹായിക്കും. നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ഇതും ഈ അവധി കാലത്ത് കുഞ്ഞുങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബന്ധങ്ങളെ വളർത്തുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നമ്മുടെ ബന്ധുവീടുകൾ പേരൻസ് ഒന്നിച്ച് കുട്ടികളെ കൊണ്ടുപോവുക. മുത്തശ്ശനുണ്ടെ മുത്തശ്ശനെ കൊണ്ട് കാണിക്കുക, മുത്തശ്ശിയെ കൊണ്ട് കാണിക്കുക. അത്യാവശ്യം എല്ലായിടത്തും കുട്ടികളെയും കൊണ്ട് നമ്മളൊന്ന് പോവുക, സംസാരിക്കുക. ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കുക. നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമാക്കുക. ഇത് കണ്ടു പഠിക്കുന്നത് ആരാണ്? കുട്ടികളാണ്. നമ്മുടെ കുട്ടിയുടെ ഏറ്റവും വലിയ പുസ്തകം എന്താണ്? നമ്മൾ പേരൻസ് തന്നെയാണ്. അപ്പം ആ കുട്ടിക്ക് ഉള്ള വലിയ പാഠപുസ്തകമായ പേരൻസിൽ നിന്ന് വേണം അവൻ ജീവിതത്തിൽ പഠിക്കാൻ, ക്ഷമിക്കാൻ പഠിക്കാൻ, മറക്കാൻ പഠിക്കാൻ. നമുക്ക് ഒത്തിരി ബന്ധങ്ങൾക്ക് വിഷമങ്ങളൊക്കെ കാണും, ദേഷ്യം കാണും, മിണ്ടാതിരിക്കുന്നവർ കാണും. എല്ലാം മറന്ന് കുട്ടികളെ ബന്ധുവീടുകളിലൊക്കെ നമ്മൾ തന്നെ കൊണ്ടുപോവുക, ഇനീഷ്യേറ്റീവ് എടുക്കുക, സംസാരിക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവരിൽ ഉയർത്താൻ നമ്മൾ അങ്ങനെ ബന്ധങ്ങൾ വളരാൻ നമ്മൾ സഹായിക്കുക. പിന്നെ അടുത്തതായിട്ട് വിനോദങ്ങളിൽ ഏർപ്പെടും. കുട്ടികൾ തീർച്ചയായിട്ടും വിനോദങ്ങളിൽ ഏർപ്പെടും എന്ന് പറയുമ്പം ആദ്യം തന്നെ കുട്ടികൾക്കുള്ള ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നത് എന്താണ്? മൊബൈൽ ഗെയിം കളിക്കുക എന്നുള്ളതാണ്. അത് മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ വിനോദങ്ങളിലും ഏർപ്പെടാനായിട്ട്. കാരണം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉന്മേഷം തരുന്ന, അതായത് മാനസികം മാത്രമല്ല ശാരീരികം അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും അതായത് മെയ്യും വഴങ്ങുന്ന രീതിയിലുള്ള വിനോദങ്ങളിൽ കുട്ടികൾ ഏർപ്പെടട്ടെ. അത് കുട്ടികളുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകം, ബ്രെയിൻ ഡെവലപ്മെന്റിന് ഏറ്റവും ഉതകുന്ന കാര്യമാണ്. പിന്നെ എല്ലാ കാര്യങ്ങളിലും കുട്ടികൾ പഠനത്തിൽ മുന്നോട്ട് വരണം എങ്കിൽ അവരുടെ ബ്രെയിൻ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് നടന്നേ പറ്റുള്ളൂ. അതിന് കുട്ടികളെ രൂപാന്തരപ്പെടുത്തി എടുക്കുക. പിന്നെ അടുത്ത എന്താണ്? ഈ അവധിക്കാലത്തെ മൊബൈൽ ഫോൺ ഒഴിവാക്കുമല്ലോ. ഇത് പറയുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. നോക്കി, പേരൻസിനാണെങ്കിൽ സമാധാനമായിട്ട് 1 മണിക്കൂർ ഇരിക്കണമെങ്കിൽ മൊബൈൽ ഫോൺ ഗെയിമിനെ കൊച്ചിനെ കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ ഒരു രീതിയിലാണ് പോകുന്നത്. പക്ഷെ അതൊന്ന് ഈ ഒരു 2 മാസം നമ്മൾ ഇച്ചിരി റിസ്ക് എടുക്കാൻ അങ്ങ് തയ്യാറാവുക, കുട്ടികളും മുതിർന്നവരും. അപ്പം അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടട്ടെ. വിനോദങ്ങളിലൂടെ, കളികളിലൂടെ, വീട്ടിൽ ചെയ്യുന്ന പല കാര്യങ്ങളിലൂടെ കിട്ടട്ടെ. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സൂപ്പർസോണിക് കമ്പ്യൂട്ടറിനെക്കാട്ടിലും എത്രയോ മടങ്ങ്, 10 മടങ്ങ്, കോടിക്കണക്കിന് മടങ്ങ് പവർഫുൾ ആയിട്ടുള്ള, എത്രയോ ജിഗാബൈറ്റ്സ്, മെഗാബൈറ്റ്സ് ഒക്കെ എംബിയും ജിബിയും എല്ലാം ഉള്ള ഒരു സ്പേസ് ഉള്ള ഒരു ഹെഡ് ടോപ്പാണ്. ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ ഹെഡ് ടോപ്പാണ് നമ്മുടെ ബ്രെയിൻ. ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന അത്ര ഒരു മെഷീനും ഈ ലോകത്ത് വേറെ ഇല്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഒരു മൊബൈൽ ഫോണിന്റെ പുറകെ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിന്റെ പുറകെ ഒന്നും പോകേണ്ട കാര്യമില്ല. ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് കുട്ടികളെ നമ്മളാണ് തയ്യാറാക്കേണ്ടത്, നമ്മളാണ് പഠിപ്പിക്കേണ്ടത്. അപ്പം അതിനായിട്ട് നമ്മൾ ഈ മൊബൈൽ ഫോൺ ഒഴിവാക്കി കുട്ടികളെ അനങ്ങുന്ന നല്ല ഭംഗിയുള്ള ചിത്രശലഭങ്ങളായിട്ട് അവർ മാറട്ടെ. ഒരിക്കലും ആർക്കും ഒരു ഗുണവുമില്ലാതെ ഒരു കസേരയിൽ ഇരുന്ന് മൊബൈൽ ഫോൺ വിരൽ തുമ്പുകൊണ്ടും കണ്ണുകൾ കൊണ്ടും മാത്രം ചലിക്കുന്ന ഒരു ജീവിയായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറാതിരിക്കണമെങ്കിൽ നമ്മൾ ഇച്ചിരി കഷ്ടപ്പാട്, കുരുത്തക്കേടുകളൊക്കെ സഹിക്കണം. നമ്മുടെ കണ്ണും മെയ്യും മറന്ന് അവരുടെ പുറകെ നമ്മൾ നടക്കണം. ഇച്ചിരി കഷ്ടപ്പാടൊക്കെ സഹിച്ചാലും നമ്മുടെ കുട്ടികൾ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിജയിച്ച് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കുട്ടികളെയാണ്. അതുകൊണ്ട് ഇത് ഒഴിവാക്കി നമ്മൾ കുഞ്ഞുങ്ങളെ അത്യാവശ്യം ഈ ഒരു വെക്കേഷൻ കാലം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക. പാട്ടുകൾ കേൾക്കുക. കാരണം കുഞ്ഞുങ്ങളുടെ, നമ്മൾ എപ്പോഴും സൈക്കോളജിയിൽ പറയുന്ന ഒരു മ്യൂസിക് തെറാപ്പി ഏത് രോഗങ്ങൾക്കും, കുട്ടികളുടെ ഏത് മാനസിക ഉല്ലാസത്തിനും, അല്ലെ കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവരുടെ, ഇപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ മ്യൂസിക് തെറാപ്പി ധാരാളമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഏത് രോഗങ്ങളെ മാറ്റി നിർത്താൻ മ്യൂസിക്കിന് ഒരു പ്രത്യേക കഴിവാണുള്ളത്. അത് കുട്ടികളെ ഒരുപാട് അവരുടെ
ജീവിതത്തിൽ സ്വാധീനിക്കും എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നല്ല പാട്ടുകൾ എപ്പോഴും കേൾക്കാനൊരു സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമല്ലോ. നമ്മൾ പേരൻസിന്റെ കടമയാണ് അത്. പിന്നെ വ്യായാമം എല്ലാ ദിവസവും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വ്യായാമം വിനോദങ്ങളിലൂടെ വ്യായാമം കിട്ടും. അപ്പം വ്യായാമം പല രീതിയിലുണ്ട്. യോഗ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, കുട്ടികൾ എല്ലാ ദിവസവും ചെയ്യാം. ഒരു അരമണിക്കൂർ യോഗ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ചെറിയൊരു കൃഷിത്തോട്ടം ഉണ്ടാക്കാം. നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മുടെ പിള്ളേർ ചെയ്യുള്ളൂ. അത് ഒരു അടിസ്ഥാന കാര്യമാണ്. എന്ത് നമ്മൾ കുട്ടികൾക്ക് നമുക്ക് ഉപദേശങ്ങൾ കൊടുക്കാൻ എളുപ്പമാണ്, പക്ഷെ നമ്മുടെ ഒരു പരിച്ഛേദമാണ് നമ്മുടെ പിള്ളേരെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നോ അതിന്റെ ഒരു ചെറിയൊരു പ്രോട്ടോ ഫോം ആയിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾ. ആയിരിക്കാം എന്നല്ല, ആയിരിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പം നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക, അത് അവരിൽ വളർന്നോളും. അവരെ ചെറിയ രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അത് അവർ വളർത്തിയെടുത്തോളും. അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും നമുക്കുണ്ട്. നമ്മൾ കാണിച്ചു കൊടുക്കുമല്ലോ. അപ്പം വ്യായാമം കൃഷി രീതികളിലാകാം, വീട്ടിൽ എന്തെങ്കിലും അടുക്കും ചിട്ടയോടെ ചെയ്യുന്ന കാര്യങ്ങളിലാകാം. അങ്ങനെ അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള വ്യായാമം നമ്മൾ ഉറപ്പുവരുത്തുക. ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ അവരെ പഠിപ്പിക്കുക. പിന്നെ അതൊക്കെ അവരുടെ രസകരമായ വിനോദങ്ങളാണ്. അതിലൊക്കെ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ഞാൻ വീട്ടിൽ ചെയ്യുന്ന രസകരമായിട്ടൊരു കാര്യം പറയാം. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മോനാണ് അവകാശപ്പെട്ടാണ് ഒരു ചപ്പാത്തിയുടെ മാവ് കുഴച്ച ഒരു ബോള് അവൻ അവകാശപ്പെട്ടാണ്. അപ്പൊ അവൻ അതുകൊണ്ട് പരുന്തിനെ ഉണ്ടാക്കും, കാറ്റാടി യന്ത്രം ഉണ്ടാക്കും, അവൻ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് എന്റെ അടുത്ത് കൊണ്ടുവരും, അമ്മ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ ഞാൻ പറയും, കൊള്ളാം, സൂപ്പർ, എന്നാ ഇതിന് ഇന്ന മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നൊക്കെ പറയും. പിന്നെ അമ്മ ഞാൻ ദോശ ഇട്ടോട്ടെ എന്നോട് വന്ന് ചോദിക്കും. അപ്പം ദോശ ഇട്ടോണ്ടിരിക്കുന്ന സമയത്ത് അപ്പം സാധാരണ എന്നെയൊക്കെ ആണെങ്കിൽ പോലും കൊച്ചിലെ അമ്മ പറയും ഓർഡറി അപ്പുറത്തെന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ അമ്മമാരും അച്ഛന്മാരും അങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ. അവരെ കുളവാകും പണിയെന്ന് പറഞ്ഞ് പിള്ളേരെ ഓടിച്ചു വിടുന്ന ഒരു പ്രവണതയുണ്ട്. നമുക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയാ, വാ മോനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ പിടിച്ച് ആ ദോശ ഒന്ന് ചുടിയിപ്പിക്കാനൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുക. അവരെ ഇച്ചിരിയൊക്കെ ചില സമയങ്ങളിൽ, എല്ലാ ദിവസവും ഒന്നും വേണ്ട, പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ അവരെ ഒന്ന് അനുവദിച്ചു കൊടുക്കുന്നത് അവരുടെ വികസനത്തിന്, ഡെവലപ്മെന്റിന് നല്ലതാണ് എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ പ്രാർത്ഥന മുടക്കാതെ ഇരിക്കുക. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ പിറ്റേ ദിവസം ഒരു നിധികൊമ്പം കൊണ്ട് ഒരു ദേവനോ ദേവിയോ വന്ന് പ്രത്യക്ഷപ്പെട്ട് നമുക്ക് വരം തരും എന്നുള്ള ഒരു അടിസ്ഥാനത്തിലല്ല നമ്മൾ കാണേണ്ടത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആ മെഡിറ്റേഷൻ നമ്മുടെ കോൺസെൻട്രേഷൻ പവർ വർദ്ധിക്കാൻ, നമ്മുടെ കുട്ടികളിൽ പൂർണ്ണമായ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകാൻ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. കാരണം എല്ലാം ചെയ്തു കഴിഞ്ഞു, എല്ലാം അവർ ചെയ്യാനുള്ള പഠനങ്ങൾ പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞു. പിന്നെ അവർക്ക് വേണ്ടത് എന്താണ്? താൻ ബാധി ദൈവം ബാധി എന്നാണ് നമ്മുടെ വിശ്വാസം. ആ ഒരു പോസിറ്റീവ് എനർജി ആർജിക്കാൻ അവർക്ക് ആ ഒരു മെഡിറ്റേഷന്റെ കാര്യം പ്രധാനമാണ്. മിക്ക കുട്ടികളിലും ആ മെഡിറ്റേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഓർമ്മക്കുറവുണ്ടാകുന്നത്. ഈ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും കൃത്യമായ സമയത്ത് നടക്കുന്നുവെങ്കിൽ വളരെയധികം മെമ്മറി പവർ കൂടാൻ കുഞ്ഞുങ്ങളിൽ ഉതകുന്ന ഒരു സാധനമാണ്. പലപ്പോഴും നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോയത് അതാണ്. അതുകൊണ്ട് പ്രാർത്ഥന മുടക്കാതിരിക്കുക. ഏത് ദൈവത്തെയാണോ വിളിക്കുന്നത് അത് കൃത്യമായ സ്ഥലത്ത് ഇരുന്ന് അവർക്ക് ആ ഒരു കോൺസെൻട്രേഷൻ പവർ കൂട്ടാനുള്ള അതൊരു ടെക്നിക്ക് തന്നെയാണ്. അത് ഒഴിവാക്കരുത് കേട്ടോ. പിന്നെ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മളൊന്ന് വൃത്തിയായിട്ട് ഈ അവധിക്കാലത്ത് ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ ദേ നോക്കിക്കേ എന്നാ സംഭവിച്ചെന്നാ, ജീവിത വിജയം കൈപ്പിടിയിൽ. അപ്പം ഇത്രയാണ് ഞാൻ എന്റെ കൊച്ചു കൂട്ടുകാരോട് ഈ അവധിക്കാലത്ത് കൊടുക്കുന്ന മെസ്സേജസ്. ഇതിനപ്പുറം ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. പോയിന്റ്സ് എഴുതാനാണെങ്കിൽ ഇത് ഞാൻ വലിയൊരു കെട്ടും കൊണ്ട് വന്നിരിക്കേണ്ടി വരും. പക്ഷെ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നമ്മൾ ഈ അവധിക്കാലത്ത് കിട്ടുകയാണെങ്കിൽ വലിയൊരു ബെനിഫിറ്റ് ആയിരിക്കും നമ്മുടെ കുടുംബത്തിന് ലഭിക്കാൻ പോകുന്നത്. വളരെ വലിയൊരു നേട്ടമായിരിക്കാം നമ്മുടെ കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത്. ഇന്നത്തേന് വേണ്ടിയല്ല നമ്മൾ ഇതൊന്നും പാകുന്നത്. അവരുടെ ഫ്യൂച്ചർ ലൈഫ്, നമ്മുടെ നാളെയാണ് നമ്മൾ ഇതുകൊണ്ട് വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നാളെ ചെയ്താൽ പോരാ, ഇന്ന് തന്നെ ചെയ്യണം. ഇന്ന് തന്നെ ചെയ്യാൻ തുടങ്ങും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ എല്ലാവർക്കും ടാറ്റ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുത്താം. പ്രത്യേകിച്ചും കുട്ടികൾക്ക്, പേരൻസിന് ഒക്കെ ഇത് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യാൻ കൂടെ മറക്കല്ലേ. അപ്പം ടാറ്റ പറഞ്ഞേ പാറൂട്ടാ. ടാറ്റാ.